ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖ വ്യക്തികളും തൂലികാനാമങ്ങളുമാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വർഗീസ് ആണ്. ജോർജ് വർഗീസ്. കാക്കനാടൻ ഈസ് ദ പെൻ നെയിം ഓഫ് ജോർജ് വർഗീസ്. അതായത് കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ്. അതുപോലെ തന്നെ ഒളപ്പമണ്ണ എന്നറിയപ്പെടുന്നു ആരാണ്? ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഒളപ്പമണ്ണ ഈസ് ദ പെൻ നെയിം ഓഫ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അതുപോലെ തന്നെ അക്കിത്തം എന്നറിയപ്പെടുന്നു ആരാണ്? അക്കിത്തം എന്നറിയപ്പെടുന്ന ആരാണ്? അച്യുതൻ നമ്പൂതിരി. അക്കിത്തം ഈസ് ദ പെൻ നെയിം ഓഫ് അച്യുതൻ നമ്പൂതിരി. അച്യുതൻ നമ്പൂതിരി. അതുപോലെ തന്നെ ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ആരാണ്? ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി സച്ചിദാനന്ദൻ. ആനന്ദ് ഈസ് ദ പെൻ നെയിം ഓഫ് പി സച്ചിദാനന്ദൻ. പി സച്ചിദാനന്ദൻ. അതുപോലെ ഉറുബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ആരാണ്? ഉറുബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി സി കുട്ടിക്കൃഷ്ണൻ. ഉറുബ് ഈസ് ദ പെൻ നെയിം ഓഫ് പി സി കുട്ടിക്കൃഷ്ണൻ. അതുപോലെ തന്നെ പ്രേംജി. പ്രേംജി എന്നത് ആരുടെ തൂലികാനാമമാണ്? പ്രേംജി എന്നത് MB ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമമാണ്. പ്രേംജി എന്നത് MB ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമമാണ്. പ്രേംജി ഈസ് ദ പെൻ നെയിം ഓഫ് MB ഭട്ടതിരിപ്പാട്. MB ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ സഞ്ജയൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? സഞ്ജയൻ എന്നത് MR നായരുടെ തൂലികാനാമമാണ്. സഞ്ജയൻ ഈസ് ദ പെൻ നെയിം ഓഫ് MR നായർ. സഞ്ജയൻ ഈസ് ദ പെൻ നെയിം ഓഫ് MR നായർ. അതുപോലെ തന്നെ ഇന്ദുചൂടൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? ഇന്ദുചൂടൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? ഇന്ദുചൂടൻ എന്നത് KK ആരുടെയാണ്? KK നീലകണ്ഠന്റെ തൂലികാനാമമാണ്. ഇന്ദുചൂടൻ എന്നത് KK നീലകണ്ഠന്റെ തൂലികാനാമമാണ്. ഇന്ദുചൂടൻ ഇസ് ദ പെൻ നെയിം ഓഫ് KK നീലകണ്ഠൻ. അതുപോലെ തന്നെ ആശാമേനോൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? ആശാമേനോൻ എന്നത് K ശ്രീകുമാറിന്റെ തൂലികാനാമമാണ്. ആശാമേനോൻ ഈസ് ദ പെൻ നെയിം ഓഫ് K ശ്രീകുമാർ. K ശ്രീകുമാർ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തൂലികാനാമങ്ങൾ പറഞ്ഞു. കേരളത്തെ പ്രമുഖ വ്യക്തികളും തൂലികാനാമങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ഈസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തെ പ്രമുഖ വ്യക്തികൾ തൂലികാനാമങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറിയ ക്വസ്റ്റ്യൻസാണ്. അപ്പം ഞാനിവിടെ വന്നത് LLB എൻട്രൻസ് കോച്ചിങ് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നത് വീഡിയോ കാണുക. ഇനി നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാതെ നമ്മൾ എന്ത് ചെയ്യരുത്? പരിഹാരം കാണാനായിട്ട് ശ്രമിക്കരുത്. പല വ്യക്തികളും എന്ത് ചെയ്യുന്നു? ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ തിരിച്ചറിയുന്നില്ല, പക്ഷെ അവർ പരിഹാരം തേടുകയാണ്. പ്രശ്നങ്ങൾ അറിയാതെ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹാരങ്ങൾ തേടുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, പ്രത്യേകത്തെ പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായ പരിഹാരം ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ജീവിതം മുന്നോട്ട് പോകും കേട്ടോ. ഏത് കാര്യവും അങ്ങനെയാണ്. നമ്മളൊക്കെ എങ്ങനെയല്ലേ? ഏത് കാര്യവും നമ്മൾ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ നാം പരിഹാരങ്ങൾ ഒരുപാട് തേടും, പക്ഷേ അതൊന്നും ചിലപ്പോൾ ആ പ്രശ്നത്തിന് സ്യൂട്ടാവണമെന്നില്ല. നമ്മൾ തേടുന്ന പരിഹാര മാർഗങ്ങൾ ഉപയോഗിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് കഴിയില്ല.
അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുക, പരിഹാരം, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. അതാണ് ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് പ്രശ്നങ്ങൾക്കും എന്തുണ്ടായിരിക്കും, ഈ പരിഹാരമാർഗം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. എത്ര വലിയ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, എത്ര വലിയൊരു പൂട്ടാണെങ്കിൽ പോലും അത് തുറക്കുവാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുവാൻ എന്തുണ്ടായിരിക്കും, ഒരു താക്കോൽ അല്ലെങ്കിൽ കീ ഉണ്ടായിരിക്കും. ഏത് പ്രശ്നത്തിനും അത് എന്തുണ്ടായിരിക്കും, ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതിന് ആ പ്രശ്നത്തെ എന്ത് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ എന്തുണ്ടായിരിക്കും, ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ സൊല്യൂഷൻ എന്താണെന്ന് വളരെ കൃത്യമായി കണ്ടെത്തി എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ ജീവിതത്തിൽ കഴിഞ്ഞാൽ എന്താണ്, ജീവിതത്തിൽ വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മെ മുന്നോട്ട് നയിക്കുന്ന എന്താണ്, ഞാൻ എല്ലാ വീഡിയോകളിലും നിരന്തരമായിട്ട് പറഞ്ഞ കാര്യമാണ്, നമ്മെ മുന്നോട്ട് നയിക്കുന്ന എന്താണ്, നമ്മളിലെ നല്ല ചിന്തകൾ, നമ്മളിലെ നന്മയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതാണെന്ന് നന്മ, നമ്മളിലെ നന്മയാണ് നമ്മളിൽ എന്തുണ്ടാക്കുന്നത്, നമ്മളിൽ വെളിച്ചം പകരുന്നത് കേട്ടോ. നന്മയാണ് ജീവിതത്തിലെ വെളിച്ചം കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നത് ഭയങ്കര മഴയൊക്കെയാണ് പുറത്ത്. തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണും.